ഇനിയാണ് നമുക്ക് ദേശാഭിമാനിയുടെ വിസ്മയം. ദേശാഭിമാനി എന്താ പറയുക, ഡൽഹിയിലെ വൻ തീപിടുത്തം 21 മരണം അത്ര പ്രാധാന്യം കൊടുത്തില്ല, എങ്കിലും നമ്മൾ ഒരു 3 കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രകോപിപ്പിച്ച് US, തിരിച്ചടിച്ച് ഇറാൻ. അപ്പോഴും ഇറാൻ എന്ത് തെമ്മാടിത്തം ചെയ്താലും സഖാക്കൾക്ക് ഇറാൻ വേണ്ടപ്പെട്ട ആളാണ്. അതായത് തലക്കെട്ട് കണ്ടില്ലേ, കുവൈത്ത് നടുങ്ങി, പ്രകോപിപ്പിച്ച് US. ഇത് ഹെഡിങ് കേട്ടായിരിക്കും US ആണ്, അമേരിക്കയാണ് ആക്രമണം നടത്തിയതെന്നാണ് പെട്ടെന്ന് നമ്മൾ കരുതുക. പ്രകോപിപ്പിച്ച് US. അപ്പം ഇറാൻ എന്ത് ചെയ്തു? അപ്പോൾ ഇറാൻ തിരിച്ചടിച്ചതാണ്. അതൊരു പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. കുവൈത്ത് നടുങ്ങി. ഈ ഇന്ത്യക്കാരൻ മരിച്ച വാർത്തയൊക്കെ എവിടെയാണെന്നറിയോ? അതായത് ഈ വാർത്തയുടെ 1, 2, 3, 4, 5, 6 പാരഗ്രാഫൊക്കെ കഴിഞ്ഞിട്ടാണ് ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു, 63 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നതൊന്നും ദേശാഭിമാനിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇറാനെ തുടരുത്. ഇറാനിലെ അവിടുത്തെ എന്താ പറയുക, റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താ പറയുക, DYFI പോലെ SFI പോലുള്ള ഒരു സംഘടനയാണെന്നാണ് ഇവരുടെ ഒരു വെപ്പ് കേട്ടോ. സോറി. ഇനി മെയിൻ സ്റ്റോറി. തലങ്ങും വിലങ്ങും മാറ്റിയത് രോഗികളടക്കം 1982 ജീവനക്കാരെ സർക്കാരിനെ ചോദ്യമുനയിലാക്കി പ്രതിപക്ഷ പ്രതിഷേധം. അതായത് സ്വാഭാവികമായും ഏത് സർക്കാർ അധികാരത്തിലെത്തിയാലും അഴിച്ചുപണി ഉണ്ടാവും, ഉദ്യോഗസ്ഥരെ മാറ്റും. ഇത് വെറുതെ വർത്താനം കണ്ടിയായിരിക്കും. LDFകാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെയും സ്ഥലം മാറ്റിയിട്ടില്ല എന്നാണ് ഈ വങ്കന്മാര് പറയുന്നത്. ഇവരുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇവരുടെ വിചാരം ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ് എന്നാണ്. അതായത് എന്താണ്, സംസ്ഥാന ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്നതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ദിവസം മലയാള മനോരമയിൽ ഇത് സംബന്ധിച്ച് പണ്ട് മോളെ പി ടി തോമസ് പിണറായി വിജയനോട്, അതായത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പം ഇമാതിരി തെണ്ടിത്തരം, അതായത് CPM ചെയ്യുന്നതൊക്കെ വിശുദ്ധ പ്രവർത്തനമാണെന്നാണോ പറയാ. പക്ഷെ അന്ന് ഇതേപോലെ, അതായത് ഇപ്പോൾ UDF സർക്കാർ ചെയ്ത പോലെ, ഇത് എല്ലാ സർക്കാരും ചെയ്യുന്നതാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ UDF സർക്കാർ ചെയ്ത പോലെ അന്ന് LDF സർക്കാർ ചെയ്തിരുന്നു. അന്ന് അതിനെ ചോദ്യം ചെയ്തതാര്? നമ്മളെ പി ടി തോമസ് ചോദ്യം ചെയ്തപ്പോ പിണറായി വിജയൻ എന്താ നൽകിയൊരു മറുപടി ഉണ്ട്. അത് മലയാള മനോരമയുടെ 6-ാം പേജിലുണ്ട്. അത് ഇങ്ങനെയാണ്, എന്താ പറയാ, 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ പി ടി തോമസിന് നിയമസഭയിൽ പിണറായി വിജയൻ നൽകിയ മറുപടി പരാമർശിച്ചായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ ഇന്നലെ മന്ത്രി സണ്ണി ജോസഫിന്റെ മറുപടി. അതായത് ഈ സംഭവം ഇന്നലെ നിയമസഭയിൽ വന്നപ്പോൾ സണ്ണി ജോസഫ് മറുപടി പറയുകയാണ്. അപ്പോൾ സണ്ണി ജോസഫ് കൃത്യമായി ഓർമ്മിപ്പിച്ചു, അന്ന് പി ടി തോമസ് നിങ്ങൾ ഇതേപോലെ ചെയ്തപ്പോൾ പി ടി തോമസ് ഇതിനെ ആക്ഷേപിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നൽകിയ മറുപടി സണ്ണി ജോസഫ് എന്ത് ചെയ്തു? സണ്ണി ജോസഫ് നിയമസഭയിൽ ഓർമ്മിപ്പിച്ചു. അതിങ്ങനെയാണ്, സെക്രട്ടേറിയറ്റിലെ വിരമിക്കലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്ന മാറ്റങ്ങളും കാരണം സ്ഥലം മാറ്റം വേണ്ടി വന്നു എന്നും, അതായത് പിണറായി വിജയൻ പണ്ട് പറഞ്ഞതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ UDF ചെയ്യുന്ന അല്ലെങ്കിൽ VD സതീശൻ സർക്കാർ ചെയ്യുന്ന ഒരു നടപടിയും വിമർശിക്കാൻ LDFന് പറ്റില്ല, പിണറായിക്ക് പറ്റില്ല. കാരണം ഇവരിനി എന്തൊക്കെ UDFകാർ ഇനി എന്തൊക്കെ ചെയ്താലും അതിന്റെ 1000-10,000 മടങ്ങ് തെണ്ടിത്തരം ചെയ്ത ആളാണ് ഈ കുത്തിരിക്കുന്നത്. ഇയാൾക്ക് പിന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുക? എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുക? അപ്പോഴാണ് പി ടി തോമസ് പണ്ട് ഈ ഇത്തരം സംഭവങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ, ഈ സ്ഥലം മാറ്റത്തിന്റെ ചോദ്യം ചെയ്തപ്പോൾ പിണറായി വിജയൻ അന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, സെക്രട്ടേറിയറ്റിലെ വിരമിക്കലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്ന മാറ്റങ്ങളും കാരണം സ്ഥലം മാറ്റം വേണ്ടി വന്നു എന്നും ഒരു സ്പെഷ്യൽ സെക്രട്ടറി പ്രൊമോഷൻ ആയാൽ 14 ഉദ്യോഗസ്ഥർക്ക് അതിന്റെ ഭാഗമായി മാറ്റം ഉണ്ടാകുമെന്നും പിണറായി അന്ന് നൽകിയ മറുപടിയാണ് പരാമർശിച്ചത്. വിഷയം ഉന്നയിച്ച പി ടി തോമസിന് സ്ഥലജല വിഭ്രമം ബാധിച്ചു എന്ന് തോന്നുന്നുവെന്ന് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും താൻ അങ്ങനെ പറയുന്നില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സഖാക്കളുടെ അണ്ണാക്കിലിട്ട് കണ്ട് പൊട്ടിച്ചു കൊടുത്തു ആര്? സണ്ണി ജോസഫ്. എന്താണ് സ്ഥലജല വിഭ്രമം? അതായത് പണ്ട് പി ടി തോമസ് ഇക്കാര്യം ആക്ഷേപിച്ചപ്പം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പി ടി തോമസിന് സ്ഥലജല വിഭ്രമം ഉണ്ടായിരിക്കുകയാണ്, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ എന്നിട്ട് UDF സർക്കാർ സ്ഥലം മാറ്റുന്നു. ദേശാഭിമാനി മെയിൻ സ്റ്റോറി അടിക്കുന്നു. ഏതായാലും സണ്ണി ജോസഫ് പറഞ്ഞു, അന്ന് നിങ്ങളെ മുഖ്യമന്ത്രി ഇപ്പൊ ഇരിക്കുന്ന ഈ കാരണഭൂതം അന്ന് പറഞ്ഞ പോലെ ഇത് ആക്ഷേപിച്ചവരെ സ്ഥലജല വിഭ്രമം ബാധിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊക്കെ വളരെ സ്വാഭാവികമായ നടപടിയാണ് എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്.